തച്ചമ്പാറ ഏറെക്കുറെ മുകളിലേക്ക് എത്തി. ഇനിയിപ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലോ സ്കൂളിൻ്റെ തൊട്ട്. അന്ന് ഗോവിന്ദനായരുടെ കട അങ്ങനെയുള്ള കുറേ കടകൾ അവിടെ ഉണ്ട്. മൂർക്കത്തെ ഗോവിന്ദനായരുടെ കട ഉണ്ടായിരുന്നല്ലോ. പിന്നെ ബേക്കറി അതിനെപ്പറ്റി അതൊക്കെ പിന്നീട് ഇങ്ങോട്ട് വരികയല്ലേ അതിനപ്പുറത്തെ കിണറ് ഈ സ്കൂളിൽ കിണറുണ്ടല്ലോ ആ കിണർ ആ കിണറും അതിൻ്റെ അപ്പുറം സുമാർ മാഷ അതിൽപ്പെട്ടുണ്ടായതാണ്. സുമാർ മാഷ് ബാലൻ മാഷ് ഞങ്ങള് അവരങ്ങനെ ഷെയർ കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂൾ മാറിയത്. അത് ശരി. ബാലൻ മാഷക്ക് ചെറിയ സ്കൂൾ കിട്ടും. അത് ശരി. മറ്റേ സ്കൂള് സുമാർ മാഷ എടുത്തു. അങ്ങനെയാണ് അവര് ചെറിയ സ്കൂള് മനുവലിന് കൊടുത്തു. പിന്നീട് മനുവലിന് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മനുവലാണ് സിസ്റ്റർമാർക്ക് കൊടുത്തത്. അങ്ങനെയാണ് സെന്റ് ഡൊമിനിക് സ്കൂളായി മാറി അല്ലേ? മറ്റേ സ്കൂൾ നമ്മൾ വത്സമഠത്തിൽ കിട്ടി. അങ്ങനെ അതായത് സുമാർ മാഷ് ആയിട്ട് സുമാർ മാഷ് ഓഫീസിൽ കൊടുത്തു. തിരുമുൽപ്പാടിന് കൊടുത്തു. തിരുമുൽപ്പാടിന് കൊടുത്ത് ഇരുമാലാണ്. പിന്നെ അത് കഴിഞ്ഞത് മൂപ്പര് കൊടുത്തിട്ട് അപ്പുറത്തെ ആൾക്കാർ മത്സമഠത്തിൻ്റെ പേരിലായി. മറ്റുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്കൂളായി മാറി. പിന്നെ അതിന്റെ തൊട്ട് പഴയ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നല്ലോ. പഴയ പോസ്റ്റ് ഓഫീസ് ഇതിന്റെ തൊട്ടാണേ, ഇതിൽ തന്നെയാണേ. അതെ, അതായത് ഈ കുമാരൻ വാൽമാഷ കെട്ടിന്റെ കിണറ് നാട്ടിലല്ലേ, ആ കിണറ് താഴത്ത് അവിടെ പോസ്റ്റ് ഓഫീസും 4 മണിക്ക് ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. അതിനകത്ത് പോസ്റ്റ് മാഷ് നമ്മളുടെ ഇറച്ചിയോടെ അപ്പുങ്ങനും മാസമായിരുന്നു. അതെ, അവിടെ ഒരു പിന്നെ ട്യൂട്ടർ കോളേജ് ഉണ്ടായിരുന്നോ പണ്ട്? 10ാം ക്ലാസ് തന്നെയായിരുന്നു. ഈ മദ്രസയിലായിരുന്നു. മദ്രസ പോയി മാറി കഴിഞ്ഞപ്പോഴാണ് മദ്രസ പഠിക്കാക്കി, ഇടയ്ക്ക് ബാക്കി തച്ചമ്പാറയിലേക്ക് ബാക്കി. അപ്പോഴാണ് അത് ഒഴിഞ്ഞു കിടന്നപ്പോ അല്ല, അതിന് ചൂറ്റോടി മാത്രമല്ല കുറെ വാടകക്കാർ വേറെ ഉണ്ടായിരുന്നു. വാടകയ്ക്ക് താമസിച്ചിരുന്നു. നമ്മളത് വീടിയാമീന്നല്ലോ അതെല്ലാം താമസിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു, കടകളും കാര്യങ്ങളൊക്കെ പറ്റി. ഇനി അത് കഴിഞ്ഞ് ഇപ്പുറത്തും കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെ പറ്റി കൂടി ഒന്ന് ഞങ്ങൾക്ക് വാൽമാഷ വീടുണ്ട്. വാൽമാഷ വീട് ഇപ്പൊ നമ്മളീ പറഞ്ഞ് നിർത്തിയത് നേരെ പാട്ട് റോഡ് സൈഡ് ഇങ്ങേ സൈഡില് വാൽമാഷ വീട്. ആ വീടിൻ്റെ അവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ അതൊക്കെ പത്ത് വെള്ളമാണ്. പിന്നെ 5 ഓർമ്മയിലായി ആ ഭാഗത്ത് ആദ്യം വെറുതെ നടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴാണ് അവിടെ ഇത് വന്ന് വീടും സ്ഥലമൊക്കെ കെട്ടിടങ്ങളൊക്കെ വന്ന്. അതായത് അതിൻ്റെ ഭാഗത്ത് സർവീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, സർവീസ് സ്റ്റേഷൻ ആദ്യം. അത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് കടകള് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു. വെറുതെ ഒന്നുമില്ലാതെ ഇറങ്ങുന്നതാണ്. ചേനമ്പറക്കാർ വെറുതെ ഒരു ഇതിലാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബാങ്കിൻ്റെ അത് വന്നു. അവിടെയും ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ് ബാങ്ക് അവിടെ ആയിരുന്നു ആദ്യത്തെ. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് കുത്തലന്നര വീട്, കാക്കാമര വീട്. അതിൻ്റെ അപ്പുറത്ത് രാധാകൃഷ്ണ മാഷ് വീടായിരുന്നു. രാധാകൃഷ്ണ വീട് കഴിഞ്ഞാൽ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു തിയേറ്റർ. രാധാകൃഷ്ണ മാഷിന്റെ വീട് രാധാകൃഷ്ണൻ വീട് വെക്കുന്ന വാർത്ത അവിടെ ആയിരുന്നു അല്ലേ? അവിടെ സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? അതെ, സിനിമ കണ്ടിക്കണത് അവിടുന്ന് അവിടെ ബസ്സിൽ വന്ന സിനിമയാണ് ഭക്തോലി. അതെ, അത് ശരി. അത് കണ്ടോ? അന്ന് പോയിട്ട് ആദ്യത്തെ സിനിമ. എത്ര റുപ്യ ബസ് ചാർജ് സിനിമയ്ക്ക്? ചാർജ് അത് ശരി. അപ്പൊ എങ്ങനെ തറ ബെഞ്ചുണ്ട്, പിന്നെ കസാലയുണ്ട്. അതെ, അത് കൊച്ചിയോട് ബാലകൃഷ്ണ പണിക്കട്ടായിരുന്നു. അത് ശരി. അപ്പൊ അതില് സിനിമയെ കണ്ടിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നപ്പോൾ പിന്നെ സൽമാൻ കഴിഞ്ഞ ഡോക്ടർ സൽമാൻ ശേഷം ആശുപത്രി കയറി. അത് കഴിഞ്ഞ് ആശുപത്രി കഴിഞ്ഞ ശേഷമാണ് പിന്നിപ്പം പെട്ടതായാലോ ഡോക്ടറെ വീടും അവിടെ. അപ്പോൾ അപ്പോഴത്തെ ഇതൊക്കെ പോയി അതിൻ്റെ അങ്ങേ ഭാഗത്ത് സഹകരണ ബാങ്ക്, പഴയ സഹകരണ ബാങ്കിന്റെ കെട്ടിടം കാര്യങ്ങളൊക്കെ ഡോക്ടറെ വീടിനോട് ചേർന്നായിരുന്നു. ഇപ്പോഴത്തെ അല്ല, പഴയ ബാങ്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് കൊടപിടിക്കാരുടെ ബിൽഡിങ്. കൊടപിടിക്കാരല്ല, അതിൻ്റെ അപ്പുറത്ത് മറ്റേ മഞ്ഞുരാമരുടെ
സ്ഥലമുണ്ടായിരുന്നു. സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തേജസ് അതിലാണ് ഇപ്പോൾ മറ്റേ ഒരു ബാങ്കും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ അത് മാഞ്ഞുലമായ സ്ഥലം. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒരു പണിക്കരുണ്ടായിരുന്നു, രാംകുട്ടി പണിക്കർ. അയാളുടെ സ്ഥലത്താണ് മറ്റേ ഹോട്ടലും കുട്ടപ്പൻ്റെ കടയൊക്കെ. ഓ അത് ശരി. കുട്ടപ്പൻ്റെ ഗ്രോസറി കട അതിലാണ്. ശരി. ആ പണിക്കർ ഇതാണ്. അതെ. പിന്നെ അതിനെപ്പുറത്തേക്ക് പോകുന്നത് പിന്നെ കോടമേടിക്കാരുടെ ബിൽഡിങ്. അതിൽ അവർ പഴയ വീടി കമ്പനി, പഴയ വീടി കമ്പനി കോടമേട്ട കമ്പനി ആയിരുന്നു. അവിടുന്ന് പിന്നെ സുൽത്താൻ വീടിയൊക്കെ ആയിട്ട് അവിടെ തന്നെ പോകും. സുൽത്താൻ വീടിന്റെ കമ്പനി. അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് വരുമ്പോൾ ലാൽച്ചേട്ടൻ്റെ കെട്ടിടവും വീടും. ലാൽച്ചേട്ടൻ്റെ പറയുമ്പോൾ അന്ന് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു. ക്രോസ് ആയിട്ട് നമ്മള് ആശുപത്രി കൂടെ കുറുക്കുവഴിയായിട്ട് ഇറങ്ങണതാണ്. പൊള്ളക്കുന്നമാരെ കാര്യപ്പറമ്പാണ്. അതെ, പൊള്ളക്കുന്നമാരെ ഇന്ന് ലാൽച്ചേട്ടൻ വാങ്ങിയതാണ്. എന്നിട്ട് അതിൻ്റെ വീട് കഴിച്ചതും. അത് ശരി. അതിൻ്റെ അപ്പുറത്ത് അണ്ണാണിക്കാൻ്റെ വീട്. അതിൻ്റെ അപ്പുറത്ത് അതേ അധികാരത്തെ വീടും തറവാടും. അതിന് പിന്നെ പ്രത്യേകിക്കാരുടെ പഴയ ബിൽഡിംഗ്, കടകളും കാര്യങ്ങളും, റേഷൻ കടയും. അതിൻ്റെ അപ്പുറത്താണ് ആ ബിൽഡിങ്ങിൽ തന്നെ റേഷൻ കടയും ഓഫീസും ഒക്കെ തന്നെയായിരുന്നു ആദ്യം. പിന്നീട് അപ്പൊക്കെ തീരുമാനമാക്കിയത് ആദ്യത്തെ തന്നെ. അത് കഴിഞ്ഞ് അങ്ങേ വാടിക്കേണ്ട പോവാണ്. പെട്ടിപ്പിടിയ അബുഖാൻ്റെ കട, അബുഖാൻ്റെ പെട്ടിക്കട. അതിൻ്റെ ബാക്ക് മറ്റേ ഓട്ടുകടക്കാരെ വീടും സ്ഥലമായിരുന്നു. അത് അവർ കുറച്ചത് ഓട്ടുകടക്കാർ കുറച്ച് ഞാൻ മോളിക്കാർ കുറച്ച് പൊട്ട് ബാക്കി ഒരു വീടും സ്ഥലവും മുകളിൽ വീട് കയറ്റി. അത് കഴിഞ്ഞ് ബിൽഡിങ്ങും അതിൻ്റെ മുകളിൽ 4 കടമാരെ വീട് കാര്യങ്ങൾ വേണം. പിന്നെ അതിനപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സ്റ്റുഡിയോ രവിയുടെ വീടും കാര്യങ്ങളും അങ്ങനെയുണ്ട്. അവിടുന്ന് പോകുന്ന പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അല്ല, പിന്നെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ മറക്കുമ്പക്കാരുടെ ഇത് പറഞ്ഞാൽ അതില്ല. അതിൻ്റെ ഒരു ഞങ്ങളെ മെയ്തുട്ടീൻ്റെ അതിൻ്റെ ബാങ്കിൽ മെയ്തുട്ടി. അവര് അഞ്ഞന്മാർ 3 ആളുണ്ട്. മെയ്തുട്ടിയല്ല, അതിൻ്റെ പേര് കുഞ്ഞല്ലിയാണ്. കുഞ്ഞല്ലി, മയന്നി, മെയ്തുട്ടി. മെയ്തുട്ടി ഏട്ടവും ഒക്കെ ഉണ്ട്. അവര് സ്ഥലമായിരുന്നു. അവര് കൊടുത്ത ലിറ്റൻ്റെ ഉണ്ണിയേട്ടന് കൊടുത്തു. ഉണ്ണിയേട്ടനാണ് അവിടെ ബിൽഡിങ് കയറ്റിയത്. അത് കഴിഞ്ഞ് പോയി ഉണ്ണിയേട്ടൻ കൊടുത്തതിന് ശേഷമാണ് രാജേട്ടൻ വാങ്ങിയിട്ട് ഇപ്പൊ അത് എങ്ങനെയൊക്കെ മാറ്റം വരുത്തി കോൺഗ്രസ് ആക്കി മാറ്റിയിരുന്നു. അതിൻ്റെ പുറത്ത് മറക്കുമ്പക്കാരുടെ അത് നമ്മുടെ മീൻകാരം കുഞ്ഞുവൈദ്യൻ്റെയാണ്. നമ്മളെ യൂസുഫിന്റെ വാപ്പാട് സ്ഥലമാണ്. അവർ കൊടുത്താണ് മറക്കുമ്പക്കാർ. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നാണ് ഈ പറഞ്ഞ അപ്പുമേനോൻ്റെ സ്ഥലവും സാനേഷ് തിയേറ്ററും ഒക്കെ പാടി. അതിൽ നിന്ന് ആണ് രാമകൃഷ്ണൻ 5 സെന്റ് വാങ്ങിയിട്ട് സാഗര ഹോട്ടൽ തുടങ്ങി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് രാധേട്ടൻ്റെ അമ്മയൊക്കെ കച്ചവടം ചെയ്യുന്ന അച്ഛൻ രാധേട്ടൻ്റെ നമ്മുടെ അത് തിയേറ്റർ പറമ്പിൻ്റെ പുറത്ത് ഇപ്പൊ ബസ് ഇട്ടിട്ടില്ലേ, ആപ്പിൾ ബസ് ഇട്ടിട്ടില്ലേ, അതിൻ്റെ ഇതിലായിരുന്നു അല്ലേ അവിടെ ഹോട്ടലൊക്കെ. പഴയ ഹോട്ടൽക്കാരൻ എന്ന് പറഞ്ഞാലേ അവർ അറിയുള്ളൂ. ഇപ്പോഴാണ് അവർക്ക് വീട്ടുകാരും ഒക്കെ എല്ലാവരും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഹോട്ടൽക്കാരൻ കേട്ടതായി പറഞ്ഞാലേ അറിയുള്ളൂ. ശരി. അത്രയും പേരാ ഫേമസ് ആണ്. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ലൊരു ഭക്ഷണമായിരുന്നു അന്ന് അവിടെ നമുക്ക് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് അവിടെ അങ്ങോട്ട് പോകുന്ന മൊത്തം പറക്കി റബ്ബർ തൊട്ടായിരുന്നു. ശരി. ഇടച്ചോലക്കുന്നൊക്കെ അങ്ങനെ പഞ്ചായത്ത് ഇടച്ചോലക്കാര് ഒരുപെട്ട